2018 പ്രളയത്തിലും വയനാട്ടിലെ ഉരുൾപൊട്ടലിലുമടക്കം ദുരന്തകാലത്ത് എയർലിഫ്റ്റിംഗിന് ചിലവായ മുഴുവൻ തുകയും തിരിച്ചടയ്ക്കണമെന്ന് കേരളത്തോട് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ 132 കോടി 62 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഉന്നയിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കേരളത്തിന് കത്തയച്ചു. എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് എയർ വൈസ് മാർഷലാണ് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. വയനാട് ദുരന്തത്തിൽ നിസ്സഹായരായ മനുഷ്യരെ സൈന്യം വിവിധ ഘട്ടങ്ങളിലായിരുന്നു ദുരന്തഭൂമിയിൽ നിന്ന് പുറത്തെത്തിച്ചിരുന്നത്. വയനാട് ഉരുൾപൊട്ടലിനു പുറമെ 2019 കേരളം നേരിട്ട പ്രളയത്തിലും വ്യോമസേന എയർലിഫ്റ്റിംഗ് സേവനം നൽകിയിരുന്നു. വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ ധനസഹായത്തെ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് കത്ത് എന്നതും ശ്രദ്ധേയമാണ്. മന്ത്രി കെ രാജൻ കേന്ദ്രത്തിന്റെ ഈ ആവശ്യത്തിനെതിരെ പ്രതികരിച്ചിരുന്നു. കേന്ദ്രത്തിൻ്റേത് മര്യാദക്കേടാണെന്നും തുക ഒഴിവാക്കി നൽകാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ദുരന്തമുഖത്തെ എയർലിഫ്റ്റിംഗിന് 132.62 കോടി കേരളത്തോട് ചോദിച്ചത് കടുത്ത വിവേചനമാണ്. ദുരന്തമുഖത്ത് കേന്ദ്രം നൽകുന്ന സേവനങ്ങൾക്കും കേന്ദ്ര ഏജൻസികളുടെ സേവനങ്ങൾക്കും കേന്ദ്രം തന്നെ തുക എടുക്കുന്നതാണ് നല്ലത്. അതല്ലാതെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നെടുത്ത് കേന്ദ്രത്തിന് നൽകാൻ പറയുന്നത് പ്രായോഗികമായ ശരിയായ നടപടിയല്ല. അതാത് സംസ്ഥാനങ്ങളാണ് തുക വഹിക്കേണ്ടതെങ്കിലും അതിനു തുല്യമായ തുക കേന്ദ്രം നൽകേണ്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ദുരന്ത പ്രദേശത്തുള്ള ധനസഹായം വൈകുന്നതിൽ പ്രതിഷേധങ്ങൾ ശക്തമാണ് സംസ്ഥാനത്ത്. വയനാട് ദുരന്ത നിവാരണ പാക്കേജ് വൈകുന്നതിനെതിരെ കേരളത്തിൽ നിന്നുള്ള MP-മാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധം തീർത്തിരുന്നു. പുനരധിവാസത്തിനായി ചില്ലിക്കാശ് കിട്ടിയില്ലെന്ന കേരളത്തിന്റെ വലിയ പരാതി നിലനിൽക്കെയാണ് സംസ്ഥാനത്ത് ദുരന്ത പ്രതികരണ നിധിയിലെ നീക്കിയിരിപ്പിൽ നിന്ന് വലിയൊരു തുക കേന്ദ്രം തിരിച്ചു ചോദിക്കുന്നതും. ഒരു ദുരന്തത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഒന്നുമില്ലാതായവരാണ് വയനാട് ഉരുൾപൊട്ടലിൽ അതിജീവിച്ചവർ. ഇനിയും എത്ര നാൾ ഇവർക്ക് നേരെയുള്ള അവഗണന തുടരും? സംസ്ഥാന സർക്കാരും കേന്ദ്രവും ഇതിനെ ചൊല്ലിയുള്ള ചർച്ചകളും എതിർപ്പുകളും പരസ്പര കുറ്റപ്പെടുത്തലുകളും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ദുരന്തബാധിതർ അർഹിക്കുന്ന ധനസഹായത്തിനായി ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? ഇതിനൊരു പരിഹാരം ഇനി എന്നുണ്ടാവും?